രവി, നിങ്ങൾക്കറിയാമോ, എന്റെ കൂട്ടുകാരി 1 ലക്ഷത്തിന്റെ ഫ്രിഡ്ജ് വാങ്ങി. അലമാര പോലെ ഇരിക്കുന്ന ഫ്രിഡ്ജില്ലേ, അതാ വാങ്ങിച്ചിരിക്കുന്നേ. ഇവിടെ ആണെങ്കി ഒരു മൈക്രോവേവ് വേണമെന്ന് പറഞ്ഞിട്ട് എത്ര നാളായി ഞാൻ പറയുന്നു. ഫ്രിഡ്ജും പഴയതായി തുടങ്ങി. അടുക്കളയില് എല്ലാ സാധനങ്ങളും പഴയതായി തുടങ്ങി. അടുക്കളയൊക്കെ മോഡേൺ ആയിട്ടൊന്ന് സെറ്റ് ആക്കണം നമുക്ക്. ശാലിനി, നിനക്കറിയാലോ നമ്മുടെ കല്യാണത്തിന് ശേഷം ഈ ഫ്ലാറ്റ് ലോണിലാണ് എടുത്തതെന്ന്. ഇപ്പോഴും ഇൻസ്റ്റാൾമെന്റ് തീർന്നിട്ടില്ല. അതുകൂടാതെ വീട്ടിലെ ചെലവുകളും മറ്റു ചെലവുകളൊക്കെ ഇല്ലേ. ഈ സമയത്ത് ഇത്രയും പണം തയ്യാറാക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. നിന്റെ സുഹൃത്തുക്കളൊക്കെ ധനികരല്ലേ, അവർക്കെല്ലാം പെട്ടെന്ന് നടത്താൻ പറ്റും. പക്ഷെ നിനക്ക് എന്റെ കാര്യം അറിയാവുന്നതല്ലേ. ശാലിനിക്ക് ദേഷ്യം വന്നിട്ട് അവന്റെ കൈ വിടിയിച്ച് നേരെ ചായയുടെ കപ്പും കൊണ്ട് അടുക്കളയിലിട്ട് പോവും. ഇതൊക്കെ എന്റെ ഒരു വിധി തന്നെയാ നിങ്ങളെ കല്യാണം കഴിച്ചത്. എന്റെ അച്ഛൻ എത്ര പണക്കാരുടെ ആലോചന കൊണ്ടുവന്നതാ. പക്ഷെ എനിക്ക് നിങ്ങളോട് പ്രണയമായിരുന്നല്ലോ. അതുകൊണ്ട് ലവ് മാരേജ് മതിയെന്ന് ഞാൻ പറയുകയും ചെയ്തു. ജനിച്ചതേ സാധാരണ ഒരു വീട്ടിൽ. പൈസയുടെ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിച്ചു വന്ന വീടാണെങ്കിലോ ദാ ഇങ്ങനെയും പിശുക്കിന്റെ അങ്ങേയറ്റം തന്നെ. ശാലിനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മായിയമ്മ അമ്പലത്തിൽ നിന്ന് വരുന്നത്. ശാലിനി പറയണ എല്ലാം കേട്ടിരുന്നു. ശാലിനി മോളെ, അവന് പറ്റുന്നതൊക്കെ അവൻ ചെയ്യുന്നുണ്ടല്ലോ. രാവില്ല പകലില്ലാതെ അവൻ കഷ്ടപ്പെടുന്നില്ലേ മോളെ, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. നീയാണെങ്കി സപ്പോർട്ട് ചെയ്യേണ്ട സ്ഥലത്ത് കുറ്റപ്പെടുത്തുവാണല്ലോ മോളെ. ഞാൻ കുറ്റപ്പെടുത്തിയാലേ വല്ല നടക്കുള്ളൂ. അതുകൊണ്ട് മാത്രം ഇങ്ങനെ. ഇനിയിപ്പോ അങ്ങേരെ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ തന്നെ എന്തേലും ചെയ്യണം. എന്റെ ആഗ്രഹങ്ങളൊന്നും മാറ്റിവെക്കാൻ പറ്റില്ല. ഞാൻ എന്റെ കൂട്ടുകാരി അൽപ്പനയുടെ വീട്ടിൽ പോവാ. രാത്രിയിലെ ആഹാരം അമ്മ ഉണ്ടായിക്കോണം. ഞാൻ അവിടുന്ന് കഴിച്ചിട്ടേ വരുള്ളൂ. ശാലിനി മുഖവും വീർപ്പിച്ച് മുറിയിലേക്ക് പോകും. രവി ജോലിക്ക് പോവുകയും ചെയ്തു. അവളുടെ അമ്മായിയമ്മ വീട്ടിലെ ജോലി ചെയ്യുകയായിരുന്നു. വൈകുന്നേരം ആവുമ്പോൾ ശാലിനി അൽപ്പനയുടെ വീട്ടിലേക്ക് പോകും. അൽപ്പനയുടെ വീട്ടിലെത്തിക്കുമ്പോൾ ശാലിനി ആകെ പടഞ്ഞെട്ടിപ്പോകും. അൽപ്പനയുടെ അടുക്കള അടിപൊളിയായിരുന്നു. അടുക്കളയില് പലതരം ഇലക്ട്രോണിക് പുതിയ പുതിയ ഉപകരണങ്ങളുണ്ടായിരുന്നു. ശാലിനിയുടെ കൂട്ടുകാരി വർഷയും അവിടെ ഉണ്ടായിരുന്നു. അൽപ്പന, നിന്റെ അടുക്കള എന്താ അടിപൊളിയാ. എന്റെ അടുക്കളയിൽ ഇതൊന്നും ഇല്ലാട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? ഹസ്ബൻഡ് പൈസ തരൂ ഇതൊക്കെ വാങ്ങാൻ. ഹസ്ബൻഡ് അല്ലാണ്ട് പിന്നെ ആരാ പൈസ തരുന്നേ വാങ്ങാനായിട്ട്? ഇതൊക്കെ അവരുടെ ഉത്തരവാദിത്വം അല്ലേ. എന്റെ കാര്യം അങ്ങനല്ല. എന്റെ ചേട്ടത്തിക്ക് അത്ര പൈസയൊന്നുമില്ല. ഞാൻ വാങ്ങിയത് കണ്ടപ്പോ അവൾക്കും വേണമെന്നായി. പിന്നെ അങ്ങ് ഇൻസ്റ്റാൾമെന്റിൽ അങ്ങ് സെറ്റാക്കി. നിനക്ക് EMI അങ്ങ് എടുത്താ പോരെ? ആദ്യം കുറച്ച് എമൗണ്ട് കൊടുക്കണം, എന്നിട്ട് ബാക്കിയുള്ളത് ഓരോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അങ്ങ് അടഞ്ഞു പോവും. സത്യാണോ? ആദ്യം എത്ര രൂപ കൊടുക്കേണ്ടി വരും? അത് ഞാൻ എന്റെ ചേട്ടത്തിയോട് ചോദിച്ചിട്ട് പറയാം. ഒരുപാട് സാധനങ്ങൾ EMI വാങ്ങുന്നുണ്ടേ. അതാ പുള്ളിക്കാരി എല്ലാം EMI വെച്ച് തന്നെയാണ് അടുക്കളയിൽ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. ക്രോക്കറി ഐറ്റംസ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, അങ്ങനെ കുറേ. അടുക്കള നല്ല രീതിയിൽ ഒരുക്കി എന്തായാലും വെച്ചിട്ടുണ്ട്. വർഷ പറഞ്ഞത് കേട്ട് അവളുടെ മനസ്സിൽ ആക്രാന്തം മൂത്ത് അടുത്ത ദിവസം തന്നെ ഒരു പുതിയ ഫ്രിഡ്ജ് EMI ആയിട്ട് വാങ്ങിക്കൊണ്ടുവരും. ശാലിനി, ഇതെന്തത്ര വലിയ പെട്ടിയില്? അത് ഞാൻ അമ്മോട് പറഞ്ഞില്ലേ, അലമാര പോലെ ഇരിക്കുന്ന ഫ്രിഡ്ജ് ഇപ്പൊ ട്രെൻഡാ. ഞാനതങ്ങ് വാങ്ങി. 1.5 ലക്ഷത്തിന്റെ ഫ്രിഡ്ജാ. എനിക്കങ്ങ് സന്തോഷമായി. 1.5 ലക്ഷോ? എവിടുന്ന് കിട്ടി മോളെ നിനക്കിത്ര പൈസ? 1.5 ലക്ഷം അതിന് ഒരുമിച്ചല്ല അമ്മ കൊടുത്തത്. EMI വഴിയാ. ഓരോ മാസം ഇച്ചിരി ഇച്ചിരി പൈസ വെച്ച് അടച്ചാ മതി. ഇനി അടുക്കളയിൽ ഇത് കൊണ്ടേ വെക്കട്ടെ കേട്ടോ, എത്രയും പെട്ടെന്ന്. എന്നിട്ട് ഇതിന്റെ അകത്ത് നല്ല നല്ല ഫ്രൂട്ട്സ് വെക്കണം. അതിനുശേഷം ശാലിനി ഓരോന്നോരോന്നായിട്ട് EMI വഴി വാങ്ങാൻ തുടങ്ങി. അവൾക്ക് അവളുടെ അടുക്കള വലിയ പണക്കാരുടെ രീതിയിലാക്കണമായിരുന്നു. ഇപ്പൊ ഫ്രിഡ്ജ് ആണെങ്കിൽ കുറച്ചു കഴിഞ്ഞപ്പോ മൈക്രോവേവ്, ഓവൻ, അങ്ങനെ പലതും വാങ്ങി. അങ്ങനെ ശാലിനിക്ക് 8-9 ലക്ഷത്തിന്റെ കടം വന്നു. അതുകൂടാണ്ട് അവൾ കോഫി മേക്കറും അവള് വാങ്ങി. അതിന്റെ വില 80,000 രൂപയായിരുന്നു. രവി അപ്പോഴേക്കും വരുമ്പോ അവളുടെ കൂട്ടുകാരികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ശാലിനി അവളുടെ അടുക്കളയിലെ സാധനങ്ങൾ കാണിക്കുകയായിരുന്നു. എന്റെ പുതിയ കോഫി മേക്കറിലെ കോഫി എങ്ങനെയുണ്ട്? വർഷ, കുടിക്കേ. സത്യം പറയാലോ, കോഫി മേക്കറിലെ കോഫി അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇപ്പൊ നിന്റെ അടുക്കള കാണുമ്പോ പണക്കാരുടെ അടുക്കള പോലെ തന്നെയുണ്ട്. ഇനി നീ അടുക്കള ഒന്ന് റീനോവേറ്റ് ചെയ്തിട്ട് മോഡേൺ ആക്കാൻ നോക്ക്. എല്ലാ സാധനങ്ങളും അപ്പൊ ആ കിച്ചണിൽ സെറ്റാവും. അതെ, നീ അൽപ്പനയുടെ അടുക്കള കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഞാനും അൽപ്പനെ പോലത്തെ അടുക്കള ഉണ്ടാക്കി. സ്റ്റീലും വുഡും ഒക്കെ വെച്ചിട്ട് അടിപൊളിയാ. അതിന്റെ അലമാരയൊക്കെ അടിപൊളിയാണ്. മോഡേൺ ആയിട്ടുള്ള കിച്ചൺ. അതിനും നമുക്ക് EMI ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. മുഴുവൻ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആണോ? എത്ര ലക്ഷം രൂപയാകും? അതൊക്കെ നിന്റെ ഇഷ്ടമാണ്. നിനക്ക് എങ്ങനെ വേണോ അതനുസരിച്ച്. എന്റെ രൂഹത്തിൽ 1 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെ അതിന്റെ ഇടയ്ക്കാവൂ. ഞാൻ വേണേ സംസാരിക്കാം. എന്റെ പരിചയത്തിലെ ചേട്ടൻ ഇച്ചിരി പൈസ വെച്ച് ചെയ്തു തരും. ശരി, ഞാനെന്തായാലും പ്ലാൻ ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലും കോഫി കുടിക്ക്. ഞാൻ എന്റെ പുതിയ എയർ ഫ്രയറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്നാക്സ് എടുത്തിട്ട് വരാം. ശാലിനി, രവി വന്നിട്ട് കുറെ നേരമായി. എന്റെ മുറി ഇരിക്കുക, അവനിച്ചിരി ടെൻഷനിലാ. ആണോ? ഞാനിപ്പോ വരാം. എന്തു പറ്റി രവി? അമ്മ പറഞ്ഞു ടെൻഷനിലാണെന്ന്. അതെ, ഞങ്ങളുടെ കമ്പനി അടച്ചു പൂട്ടുകയാണ്.
അതുകൊണ്ട് തന്നെ ഇന്നെൻ്റെ കമ്പനിയിലുള്ള അവസാന മാസമാണ്. അടുത്ത മാസം തൊട്ട് എനിക്ക് വേറെ എവിടെയെങ്കിലും ജോലി നോക്കേണ്ടി വരും. നിങ്ങൾ ജോലി വിടാൻ പോവാ? അപ്പൊ ഈ മാസം എനിക്ക് തരാന്ന് പറഞ്ഞ പൈസയോ? ഞാൻ ഇതല്ലേ നിന്നോട് പറഞ്ഞോണ്ടിരുന്നേ. ഞാൻ പറയുന്ന നീ കേൾക്കാറേ ഇല്ല. പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുവേ, നമുക്ക് പറ്റുന്നതേ നമ്മൾ ആഗ്രഹിക്കാവുള്ളൂ. ഞാൻ തീരുമാനിച്ചു അമ്മ. ഞാൻ ഇതെല്ലാം അങ്ങ് വിൽക്കാൻ പോവാ. കാശടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എന്തിനാ ഇവിടെ ഇരുന്നിട്ട്? രവിക്കിനി എപ്പോ ജോലി കിട്ടാനാ? കിട്ടിക്കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞാലേ ശമ്പളം കിട്ടൂ. വീട്ടില് മറ്റു കാര്യങ്ങൾക്കും പൈസ വേണമല്ലോ. ശാലിനി ഇത് പറയുമ്പോ തന്നെ അവളുടെ കൂട്ടുകാരികൾ മുറിയിലേക്ക് വരും. അവരെല്ലാം കേൾക്കുകയും ചെയ്തു. ശാലിനി, എന്റെ പേഴ്സ് എവിടെ ആയിപ്പോയി? നീ വിഷമിക്കാതെ, നീ ഞങ്ങളെ കൂട്ടുകാരിയല്ലേ. കൂട്ടുകാരിക്കൊരു പ്രശ്നം വന്നാ ഞങ്ങൾ ഉണ്ടാവൂലേ? ഞങ്ങള് കാരണമല്ലേ നീ ഇതൊക്കെ വാങ്ങിച്ചേ. അപ്പൊ ഇതിന്റെ വഴി ഞാൻ പറഞ്ഞുതരാം. കടം വാങ്ങിയിട്ട് EMI അടയ്ക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പകരം നീ ഒരു ജോലി നോക്ക്. സത്യാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ ജോലി ചെയ്യാൻ റെഡിയാണ്. താങ്ക് യു കൽപ്പന, താങ്ക് യു വർഷ. നിങ്ങൾ രണ്ടുപേരും എന്റെ നല്ല കൂട്ടുകാരാ. സന്തോഷം കൊണ്ട് ശാലിനിയുടെ കണ്ണു നിറയും. അവൾക്ക് ധൈര്യം കൊടുത്തത് അവളുടെ കൂട്ടുകാരികളാ. അങ്ങനെ ശാലിനിയുടെ 2 കൂട്ടുകാരി അവളെ സപ്പോർട്ട് ചെയ്യും. പതിയെ പതിയെ അവൾ എല്ലാ കടങ്ങളും തീർത്ത് EMI ഒക്കെ അടച്ചു തീർത്ത് വീട്ടിലെ കഷ്ടപ്പാടുകൾ പോലും തീരാൻ തുടങ്ങി. കാരണം 2 പേർക്കും ഇപ്പോ ജോലി ഉണ്ടായിരുന്നു. സ്വപ്ന, പ്രീതി പിന്നെ ഭൂമിയുടെ കല്യാണം നഗരത്തിൽ താമസിക്കുന്ന 3 സഹോദരങ്ങളായ ആലു, രാഗ് പിന്നെ റൂണക്കുമായി നടത്തുന്നു. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലെത്തിയ അവരെ ആരതി ഒഴിഞ്ഞ് അമ്മായിയമ്മ ജാനകി അവരുടെ ഗൃഹപ്രവേശം നടത്തിക്കൊണ്ട് പറയുന്നു, വരൂ എന്റെ 3 മരുമക്കളും. ഈ കുടം മറിച്ചിട്ടതിന് ശേഷം അകത്തേക്ക് വരൂ. ശരിയമ്മേ. ഭർത്താവിന്റെ വലിയ വീട് കണ്ട 3 ഗ്രാമവാസികളായ മരുമക്കളും അതിശയത്തോടെ പറയുന്നു, എന്റെ ദൈവമേ, ഈ വീട് ശരിക്കും ഫിലിം സ്റ്റാർ ഷാറൂഖ് ഖാന്റെ വീട് പോലെയില്ലേ പ്രീതി? ശരിയാ സ്വപ്ന, ഇതുപോലെ ഒരു വീട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇതൊരു മഹാത്ഭുതം തന്നെ ആയേനെ. എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ കല്യാണം ഇത്രയും വലിയ വീട്ടിലാണ് നടന്നതെന്ന്. അവരുടെ വർത്തമാനം കേട്ടപ്പോൾ അവരുടെ നാത്തൂൻ ശ്രുതി പറയുന്നു, ഹോ ഗോഡ്, വന്നിട്ട് 1 നിമിഷമേ ആയുള്ളൂ, അപ്പോൾ തന്നെ ഗ്രാമത്തിലെ ആളുകളുടെ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. അവനവന്റെ സ്ഥാനത്തിൽ നിന്നും സംസാരിക്കൂ നാത്തൂനെ. നിങ്ങൾക്ക് ഞങ്ങൾ 3 സഹോദരിമാരെപ്പറ്റി ഒന്നും അറിയില്ല. മൊത്തം ബനാറസിൽ ഞങ്ങൾ സഹോദരിമാരുടെ മിടുക്ക് ഫേമസ് ആണ്. ഓഹോ, നിർത്തൂ. ഇപ്പോൾ തന്നെ നിങ്ങൾ നാത്തൂനും ചേട്ടത്തിമാരും തമ്മിൽ വഴക്കായോ? എന്റെ 3 മക്കളും അവരവരുടെ ഭാര്യമാരെയും കൊണ്ട് മുറികൾ കാണിക്കൂ. അടുത്ത ദിവസം രാവിലെ 5 മണി അടിക്കുമ്പോൾ തന്നെ 3 സഹോദരിമാരും എഴുന്നേറ്റ് തൂത്തു തുടയ്ക്കുന്ന ജോലികൾ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ അവരുടെ നാത്തൂൻ ശ്രുതി കിച്ചണിൽ ചെല്ലുമ്പോൾ കാണുന്നത് ചേട്ടത്തിമാർ മണ്ണുകൊണ്ട് പാത്രം വൃത്തിയാക്കുന്നതാണ്. അതെ എന്റെ മന്ദബുദ്ധി ചേട്ടത്തിമാരെ, ഇവിടെ എന്താ ഇത്രയ്ക്ക് ശബ്ദമുണ്ടാക്കുന്നത്? ഈ പാതിരാത്രിക്ക് നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ? അതെന്താന്നറിയാമോ നാത്തൂനെ, ഞങ്ങളുടെ ഗ്രാമത്തിൽ എല്ലാവരും 5 മണിക്ക് തന്നെ എഴുന്നേൽക്കും. ഞങ്ങളുടെ നാട്ടിൽ മണ്ണുകൊണ്ടാണ് പാത്രം വൃത്തിയാക്കുന്നത്. ഇതുകൊണ്ട് 2 ഉപയോഗങ്ങളാണുള്ളത്. ഒന്ന്, ഇതുപയോഗിച്ച് പാത്രം വെട്ടിത്തിളങ്ങും. അതുപോലെ സോപ്പിന്റെ പൈസയും ലാഭിക്കാം. പക്ഷെ ഇത് നിങ്ങളുടെ ബനാറസ് ഗ്രാമമല്ല, ഇത് മുംബൈ സിറ്റിയാണ്. ഇവിടെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള സൂത്രങ്ങളൊന്നും വേണ്ട. പിന്നെ ഈ പൈസ ലാഭിക്കാനുള്ള പരിപാടിയും വിട്ടേക്ക്. 3 സൂത്രശാലികളായ മരുമക്കളെയും വഴക്കു പറഞ്ഞിട്ട് നാത്തൂൻ പോകുന്നു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കടന്നു പോകുന്നു. ഒരു ദിവസം അവർ 3 പേരും ചേർന്ന് ആഹാരം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിലിണ്ടർ തീർന്നു പോകുന്നു. അയ്യോ എന്റെ ദൈവമേ, ഈ അടുപ്പ് കെട്ടുപോയല്ലോ. മോളെ, റൊട്ടി ആയെങ്കിൽ വേഗം കൊണ്ടുവാ. അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും സൂത്രം ഉപയോഗിച്ചേ മതിയാകൂ. പെട്ടെന്ന് അവരുടെ ശ്രദ്ധ പൂജാമുറിയിലെ വിറകിലേക്ക് പോയി. അവർ പെട്ടെന്ന് തന്നെ 4 ഇഷ്ടിക എടുത്തുകൊണ്ടുവന്ന് അടുപ്പുണ്ടാക്കി നല്ല ചൂടുള്ള റൊട്ടി ഉണ്ടാക്കി കൊടുത്തു. എന്താന്നറിയില്ല, വല്ലാത്ത പുകയുന്ന മണം വരുന്നു. ശരിയാണല്ലോ സഹോദര. അപ്പോഴാണ് എല്ലാവരും അടുക്കളയിൽ നിന്നും പുക വരുന്നത് കണ്ടത്. എല്ലാവരും കിച്ചണിലേക്ക് പോകുന്നു. എന്റെ മരുമക്കളെ, കിച്ചണിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിട്ടും നിങ്ങൾ 3 പേരും എന്തിനാണ് അടുപ്പ് കത്തിക്കുന്നത്? അമ്മേ, അമ്മയുടെ സിലിണ്ടർ എപ്പോഴേ ബൈ ബൈ പറഞ്ഞു പോയി. അതുകൊണ്ട് ഞങ്ങൾ അടുപ്പുണ്ടാക്കി കത്തിച്ചു. അത് ശരി. അപ്പോൾ എന്റെ സൂത്രശാലിയായ മരുമക്കൾ എവിടെ നിന്നാണ് ഈ വിറക് കൊണ്ടുവന്നത്? അമ്മേ, അത് ഞങ്ങൾ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന വിറകാണ് എടുത്തത്. തന്റെ സൂത്രശാലിയായ മരുമക്കളുടെ പ്രവൃത്തി കണ്ടപ്പോൾ അമ്മായിയമ്മ പറഞ്ഞു, ഹോ കഴുതകളെ, അത് ചന്ദനത്തിന്റെ തടിയായിരുന്നു. അത് ഞാൻ ഹോമത്തിന് വാങ്ങിയതാണ്. അത് നിങ്ങൾ റൊട്ടി ഉണ്ടാക്കി തീർത്തു. അയ്യോ, എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയി. അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. ഇത്രയും പറഞ്ഞ് ആ പ്രശ്നം ശാന്തമാക്കി. അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം എല്ലാവരും കാപ്പി കുടിക്കുകയായിരുന്നു. അപ്പോൾ ഗ്ലാസ്സിലുണ്ടായിരുന്ന ജ്യൂസ് മറിഞ്ഞ് റൂണക്കിന്റെ മൊബൈലിലേക്ക് വീഴുന്നു.
മൊബൈൽ നനയുന്നു. ഓ നോ, ഇന്ന് എനിക്ക് മീറ്റിംഗിനായി പുറത്തു പോകേണ്ടതുണ്ട്. ഇന്ന് തന്നെ ഈ ഫോണിന് കേടാകണമായിരുന്നു. കടക്കാരൻ ഇത് നന്നാക്കാൻ 3-4 ദിവസം തന്നെ എടുക്കും. അതെ ചേട്ടാ, ചേട്ടന്റെ ഫോൺ എന്റെ കയ്യിൽ താ, ഞാനത് 1 രൂപ ചെലവ് പോലുമില്ലാതെ നന്നാക്കി തരാം. അതെ, ഈ ഫോൺ സൂത്രം കൊണ്ടൊന്നും ശരിയാകില്ല, കടയിൽ കൊടുത്താണ് ശരിയാക്കേണ്ടത്. ഇനി ചേട്ടത്തി എന്തെങ്കിലും സൂത്രം ഉപയോഗിച്ച് ചേട്ടന്റെ ഫോൺ ഡെഡ് ബോഡിയാക്കി മാറ്റരുത്. അതിനുശേഷം ഭൂമി അതിനെ തുണി കൊണ്ട് തുടച്ച് വെയിലത്ത് വെച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ അതെടുത്ത് അരിപാത്രത്തിലിട്ടു വച്ചു. കൃത്യം 1 മണിക്കൂർ ശേഷം ഫോൺ എടുത്ത് റോണക്കിന് കൊടുക്കുന്നു. എന്നിട്ട് തിരിഞ്ഞു നിന്ന് നാത്തൂനോട് ചോദിച്ചു, എന്തു പറയുന്നു നാത്തൂനെ, എന്റെ സൂത്രം കണ്ട് തല കറങ്ങുന്നുണ്ടോ? അതാണ് എന്റെ സൂത്രം. കൊള്ളാലോ ഭൂമി, നീ കൃത്യം 1 മണിക്കൂർ കൊണ്ട് തന്നെ എന്റെ ഫോൺ റെഡിയാക്കി തന്നല്ലോ. അപ്പൊ ഇതൊന്ന് നോക്കിയേ, ഫോണും വേഗം റെഡിയായി, പൈസയും ലാഭിച്ചു. മോളെ, നീ ദീർഘസുമംഗലിയായിരിക്കട്ടെ. നീ ശരിക്കും പൈസ ലാഭിച്ചു, നല്ല മരുമകളാണെന്നും തെളിയിച്ചു. ആ സത്യം, നീ ശരിക്കും അതിശയിപ്പിച്ചു കളഞ്ഞു. റോണക്കും അമ്മായിയമ്മയും പറയുന്നത് കേട്ടപ്പോൾ 3 മരുമക്കൾക്കും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തോന്നി. അങ്ങനെയിരിക്കെ ഒരു ദിവസം സ്വപ്ന വാക്വം ക്ലീനർ ഉപയോഗിച്ച് വീട് വൃത്തിയാക്കുകയായിരുന്നു. പെട്ടെന്ന് വാക്വം ക്ലീനർ പ്രവർത്തിക്കാതെയായി. എന്റെ അമ്മേ, ഈ കറണ്ട് കൊണ്ട് ഉപയോഗിക്കുന്ന ചൂല് നിന്നുപോയല്ലോ, ഇനി എന്തു ചെയ്യും? പെട്ടെന്ന് തന്നെ എന്തെങ്കിലും സൂത്രം ആലോചിക്കൂ സ്വപ്ന. അതായത് ജോലിയും നടക്കണം, പൈസയും ലാഭിക്കണം. സ്വപ്ന അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൊസൈറ്റിയിലെ പാർക്കിൽ നിൽക്കുന്ന പനിയിലേക്ക് ശ്രദ്ധ പോയത്. ഹാ അടിപൊളി, എന്തൊരു ഐഡിയ ആണ് എന്റെ മനസ്സിലേക്ക് വന്നത്. സ്വപ്ന സൊസൈറ്റിയിലെ പാർക്കിൽ പോകുന്നു. എന്നിട്ട് പച്ച പനയോല വെട്ടിയെടുക്കുന്നു. അപ്പോൾ അവിടെ ഗാർഡ് വന്ന് ദേഷ്യപ്പെട്ടിട്ട് പറയുന്നു, ഏയ് ചേച്ചി, നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഈ മരം മുറിക്കുന്നത്? അതെ സെക്യൂരിറ്റി ചേട്ടാ, കൂടുതൽ സംസാരിച്ച എന്റെ കയ്യിൽ നിന്ന് നല്ല തല്ലി കിട്ടും. അല്ലെങ്കിൽ തന്നെ ഇത് നിങ്ങളുടെ തറവാട്ട് വകയൊന്നും അല്ലല്ലോ. ഗാർഡിനോട് നല്ല 2 വർത്തമാനം പറഞ്ഞ് സ്വപ്ന പച്ച പനയോല പറിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ട് വീട്ടിൽ വന്നു. എന്നിട്ട് അതുപയോഗിച്ച് ചൂലുണ്ടാക്കി തൂക്കുന്നു. അപ്പോൾ ജാനകി കലി തുള്ളിക്കൊണ്ട് അങ്ങോട്ട് വന്നു. ഞാൻ എന്തായി കേൾക്കുന്നത് സ്വപ്നമോളെ? നീ സൊസൈറ്റിയിലെ ഗാർഡുമായി വഴക്കുണ്ടാക്കിയിട്ടാണോ വന്നത്? എന്താ നിന്റെ കയ്യിലത്? അമ്മേ, അത് ചൂലാണ്. ഞാനിത് പനയോല കൊണ്ടുണ്ടാക്കിയതാണ്. ഹാ സ്വപ്ന, നീ അതിശയമായൊരു കാര്യമാണ് ചെയ്തത്. നിന്നെ സമ്മതിച്ചു. നീയൊരു സാമർത്ഥ്യക്കാരി തന്നെ. മിണ്ടാതെ ഇരിക്കും 3 പേരും. എത്രയും പിശുക്ക് കാണിച്ചിട്ട് എന്ത് പ്രയോജനം? നിങ്ങളുടെ ഈ സൂത്രങ്ങൾ കാരണം ഒരു ദിവസം ഈ സൊസൈറ്റി ആളുകളുടെ മുന്നിൽ നമ്മൾ മാനം കെടും. ഇതുപോലെ 3 സൂത്രശാലികളായ മരുമക്കൾക്കും വീട്ടുകാരുടെ കയ്യിൽ നിന്നും ഒരുപാട് വഴക്ക് കേൾക്കേണ്ടി വരുന്നു. അങ്ങനെ കാലം കടന്നുപോകുന്നു. ഒരു ദിവസം രാവിലെ പ്രീതി മൂളിപ്പാട്ടും പാടി നാത്തൂന്റെ മുറിയിലേക്ക് വരുന്നു. നീയെപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടാലും നീ വളരെ സുന്ദരിയായി മാറും. നീയെപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടാലും നീ വളരെ സുന്ദരിയായി മാറും. നാത്തൂനെ, ആഹാരം കഴിക്ക്. വെറും വയറ്റിൽ ഓഫീസിൽ പോവാൻ പാടില്ല കേട്ടോ. ടേബിളിൽ വച്ചേക്കൂ ചേട്ടത്തി, ഞാനിപ്പോൾ മുടി ഉണക്കുകയാണ്. ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ശ്രുതി മുടി ഉണക്കി അതിനുശേഷം ആഹാരം കഴിച്ച് ഓഫീസിലേക്ക് പോകുന്നു. അന്ന് വൈകുന്നേരം ഭയങ്കര ഇടിയും മഴയും ഉണ്ടാകുന്നു. പ്രീതി, എന്റെ പൈജാമ ഒന്ന് തേച്ചു വെച്ചേക്കണേ. നാളെ ഞാൻ അതിട്ടോണ്ട് ഓഫീസിൽ പോകുന്നത്. ശരി ചേട്ടാ. ഇത് പറഞ്ഞുകൊണ്ട് തന്റെ നാത്തൂന്റെ മുറിയിൽ പോകുന്നു. എന്നിട്ട് അവളുടെ ഹെയർ ഡ്രയർ ഉപയോഗിച്ച് അവളുടെ ഭർത്താവിന്റെ തുണി ഉണക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അവൾക്ക് ശക്തിയായി ഷോക്കടിക്കുന്നു. എന്റെ അമ്മോ, ഞാനിപ്പോൾ മരിച്ചു പോകുമേ. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ, ഞാനിപ്പോൾ മരിച്ചു പോകുമേ. എല്ലാവരും അകത്തേക്ക് ഓടിവരുന്നു. ശ്രുതി ബോർഡിലെ സ്വിച്ച് ഓഫ് ആക്കുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? പ്രീതി എല്ലാ കാര്യങ്ങളും പറയുന്നു. ശ്രുതി നല്ലതുപോലെ ചീത്ത പറയുന്നു. ചേട്ടത്തി, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, നിങ്ങളുടെ മണ്ടത്തരം കാരണം ജീവൻ തന്നെ പോയേനെ. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങളുടെ ഈ സൂത്രപ്പണിയൊക്കെ നിർത്തൂ. ഈ നക്കാപ്പിച്ച കാശു ലാഭിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി കാരണം നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാകും. ശ്രുതിമോൾ പറഞ്ഞത് വളരെ ശരിയാണ് മോളെ. ഇത്രയും പിശുക്ക് നല്ലതല്ല. ഒരു കാര്യം ഏത് സാധനം ഉപയോഗിച്ചാണോ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ചെയ്യണം. എനിക്ക് മനസ്സിലായി അമ്മേ. ഇനി ഒരു കാര്യത്തിലും സൂത്രപ്പണി ചെയ്യില്ല. നാത്തൂന്റെയും അമ്മായിയമ്മയുടെയും വാക്കുകൾ കേട്ടപ്പോൾ അവർക്ക് 3 പേർക്കും ബോധം വരുന്നു. അവരുടെ സൂത്രപ്പണിയൊക്കെ നിർത്തി നാത്തൂന്റെയും അമ്മായിയമ്മയുടെയും അടുത്തുനിന്നും നഗരത്തിന്റെ രീതികൾ പഠിച്ച് അവർ നഗരവാസികളായി മാറുന്നു. Thanks for watching.